ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ മെക്കാനിസംസ് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആറ്റംസ് പൊസിഷൻ മാറി അറ്റാച്ച് ചെയ്യുന്നു, മറ്റ് ചില ഇലക്ട്രോൺ പെയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യുന്നു, കാർബ് ആനയോൺസ് ഫോം ചെയ്യുന്നു. അതുപോലെ ഓക്സിജൻ പോസിറ്റീവ് ആകുന്നു, കാർബൺ ഓക്സിജൻ ലിങ്കേജിൽ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുന്നു, പിന്നെ പ്രോട്ടോണേഷൻ നടക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോൺ ഇൻവോൾവ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ഷൻ, ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ചില റിയേജൻസ് അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ചില റിയേജൻസ്, അങ്ങനെ ഒരു മീഡിയത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ്, ആറ്റം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ നടന്നിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുകയാണ്. പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ഈ റിയാക്റ്റൻറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റിലേക്ക് മാറാനായിട്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ് അവിടെ നടന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ ഓരോരോ സ്റ്റെപ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നു. ആ സ്റ്റെപ്സ് നമുക്കിപ്പോൾ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ടോട്ടൽ ചേഞ്ചസിനെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആറ്റം ട്രാൻസ്ഫറൊക്കെ നടക്കുന്നതിന് നമ്മൾ പഠിച്ച എല്ലാം, ഇപ്പോൾ പിനക്ലോൺ റീഅറേഞ്ച്മെൻറ്റ് പഠിച്ചു, ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെക്കാനിസം പഠിച്ചു, അതുപോലെ തന്നെ ബെൻസോയിൻ കണ്ടൻസേഷൻ, ഇനി ഇഷ്ടംപോലെ ഇതുപോലെ റിയാക്ഷൻ മെക്കാനിസംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇത് വീണ്ടും റിയാക്ഷൻസിലേക്കും പുതിയ റിയാക്ഷൻസിലേക്കും മെക്കാനിസത്തിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്ന ഇലക്ട്രോൺ ചേഞ്ചസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആറ്റം വേറൊരു ആറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ചില ഫണ്ടമെൻ്റൽസ് അറിയണം. അതാണ് നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് നമുക്ക് പല തരത്തിൽ ഉണ്ട്. ഒന്ന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, ദെൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ. നിങ്ങളത് സാക്രിഫിഷ്യൽ ഹൈപ്പർ കോൺജുഗേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും.